തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വോട്ട് ചെയ്യാനാവുമോ? തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതൊരു പ്രധാന ചോദ്യമാണ്. വോട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സന്ദേശത്തിൽ പറയുന്നത്. സന്ദേശം ഇപ്രകാരമാണ്: നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് മനസ്സിലായാൽ നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ കാണിച്ച് ചാലഞ്ച് വോട്ടിന് ആവശ്യപ്പെടുക. 49A വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ആരെങ്കിലും നിങ്ങളുടെ വോട്ട് നേരത്തെ ചെയ്തതായി മനസ്സിലായാൽ ടെൻഡർ വോട്ടിന് ആവശ്യപ്പെട്ട് വോട്ട് ചെയ്യുക. ഏതെങ്കിലും പോളിംഗ് ബൂത്തിൽ 14% ടെൻഡർ വോട്ട് ഉണ്ടെങ്കിൽ അവിടെ റീപോളിംഗ് നടക്കും. ഈ പ്രധാന സന്ദേശം പരമാവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ഈ പ്രചരണം വാസ്തവമാണോ എന്നറിയാൻ നിരവധി പേർ തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടിരുന്നു. ബോംബ് സ്ക്വാഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ട്വിറ്റർ അക്കൗണ്ടുകളും വഴി നടത്തിയ പരിശോധനയിൽ സന്ദേശം ഭാഗികമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. നേരും നുണയും കൂട്ടിക്കലർത്തിയ ഒരു സന്ദേശമാണിതെന്ന് പശ്ചിമ ബംഗാളിലെ ചീഫ് ഇലക്ഷൻ ഓഫീസ് വക്താവ് സഞ്ജയ് ബസു വ്യക്തമാക്കുന്നു. ആദ്യം നമുക്ക് സന്ദേശത്തിലെ ആദ്യ അവകാശവാദം പരിശോധിക്കാം. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും ആധാർ കാർഡോ വോട്ടർ ഐഡിയോ കാണിച്ചാൽ വോട്ട് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് ബസു വ്യക്തമാക്കുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്ക് ഏത് തരത്തിലുള്ള ID ഹാജരാക്കിയാലും വോട്ട് ചെയ്യാൻ ആവില്ല. ഐഡന്റിറ്റി കാർഡുമായി എത്തുന്നയാളെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങളുമായി ഒത്തുനോക്കിയാണ് തിരിച്ചറിയുന്നത്. യഥാർത്ഥത്തിൽ ചാലഞ്ച് വോട്ട് എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ കാര്യത്തിലല്ല, മറിച്ച് വോട്ട് ചെയ്യാനെത്തിയ വോട്ടർ യഥാർത്ഥ വോട്ടർ അല്ലെന്ന് ബൂത്ത് ഏജന്റ് സംശയം പ്രകടിപ്പിക്കുമ്പോഴാണ് ചാലഞ്ച് വോട്ട് സംഭവിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് മുന്നിൽ 2 രൂപ കെട്ടിവെച്ച് ബൂത്ത് ഏജന്റിന് ചാലഞ്ച് ചെയ്യാം. വോട്ട് ചെയ്യാൻ എത്തിയ വ്യക്തിക്ക് താൻ തന്നെയാണ് യഥാർത്ഥ വോട്ടർ എന്ന് രേഖാമൂലം തെളിയിക്കാനായാൽ പ്രിസൈഡിംഗ് ഓഫീസർ 2 രൂപ കണ്ടുകെട്ടി വോട്ട് ചെയ്യാൻ അനുവദിക്കും. യഥാർത്ഥ വോട്ടർ അല്ലെന്ന് തെളിഞ്ഞാൽ ഇയാളെ പോലീസിന് കൈമാറാം. ഇനി രണ്ടാമത്തെ അവകാശവാദം പരിശോധിക്കാം. നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ വോട്ട് വേറെ ആരോ ചെയ്തതായി വ്യക്തമാക്കിയാൽ ടെൻഡർ വോട്ട് എന്ന സംവിധാനം വഴി വോട്ട് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ പേരിൽ ആരെങ്കിലും കള്ള വോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം. ഇക്കാര്യം വാസ്തവമാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബസു സ്ഥിരീകരിക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈപ്പുസ്തകത്തിൽ പറയുന്നത്. ആവശ്യമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കുക. ഇങ്ങനെ വോട്ട് ചെയ്യുന്ന ബാലറ്റ് പേപ്പർ പ്രത്യേകം കവറിലാക്കി പ്രിസൈഡിംഗ് ഓഫീസർ സൂക്ഷിക്കും. ഇത്തരത്തിൽ ഒരു ബൂത്തിൽ 14% ടെൻഡർ വോട്ടുകൾ ഉണ്ടെങ്കിൽ റീപോളിംഗ് നടത്തുമെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന മൂന്നാമത്തെ അവകാശവാദം. ഇതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം. 14% ടെൻഡേർഡ് വോട്ടുകൾ ഒരു ബൂത്തിൽ ചെയ്തതുകൊണ്ട് റീപോളിംഗ് നടത്താൻ നിയമമില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ബൂത്ത് പിടിക്കുക, വലിയ തോതിലുള്ള അക്രമങ്ങൾ മൂലം വോട്ടിംഗ് തടസ്സപ്പെടുക തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ മാത്രമേ റീപോളിംഗ് നടക്കൂ. മണ്ഡലത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ടെൻഡേർഡ് വോട്ടുകളേക്കാൾ കുറവാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ ചെയ്ത വോട്ടുകൾ പരിഗണിക്കുകയുള്ളൂ എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. വോട്ട് നിങ്ങളുടെ അവകാശമാണ്, അത് വിവേകപൂർവ്വം ഉപയോഗിക്കുക. തിരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് സാമൂഹിക ദ്രോഹികൾ പടച്ചുവിടുന്ന ഇത്തരം സന്ദേശങ്ങളിൽ കുടുങ്ങാതിരിക്കുക. നേരറിയാൻ ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ 0091 790 224 2203. അടുത്തയാഴ്ച വീണ്ടും കാണാം.